കൊടുക്കുന്നില്ല അതിലേക്ക്. പ്രചരണത്തിന് വന്നപ്പോഴാണോ അതിനെ ആദ്യം കാണുന്നത്? അപ്പോൾ എന്താ പറഞ്ഞത്? ഇപ്പം ഞങ്ങളുടെ വീടും ഞങ്ങളുടെ രീതിയൊക്കെ കണ്ടപ്പോഴത്തേനും അതിന് ഞങ്ങളോട് ചോദിച്ച് വീടില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പോൾ ആതിര പറഞ്ഞ് ഞാൻ വോട്ടിന് നിന്നിട്ട് ജയിച്ചാലും ജയിച്ചില്ലേലും ഞങ്ങൾക്ക് വീട് തരുമെന്ന് ഉറപ്പ് പറഞ്ഞു. ആ ഒരു ധൈര്യം പറയാൻ കാരണം ജയിച്ചാലും ജയിച്ചില്ലേലും ചെയ്തു കൊടുക്കുന്നു പറയാൻ കാരണം വഴികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതൊന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും എനിക്ക് ഒറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഹെൽപ്പെങ്കിലും, ഇനി മൊത്തത്തിൽ വീട് പണിത് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഹെൽപ്പെങ്കിലും ചെയ്യണമെന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ആഗ്രഹം എപ്പോഴും ഫുൾ വീട് വെച്ച് കൊടുക്കണമായിരുന്നു. എന്നാലും കുറേ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ സുനിലങ്കളാണ് സത്യം പറഞ്ഞാൽ ഇതിനൊരു വഴി തെളിച്ചത്. അങ്ങളുടെ ഇതിനകത്ത് നിന്ന് കണ്ടിട്ടാണ് ഈ CMN ട്രസ്റ്റുകാർ വിളിക്കുന്നത്. അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ഇത്രയും നടത്തി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും പെട്ടെന്ന് നടത്താൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ ദൈവം നമ്മുടെ കൂടെ സത്യം. അത് ഞാൻ അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളത്തിൽ നീന്തി നടക്കുന്നതെന്നറിയോ. വെള്ളത്തിൽ നിന്ന് ഞങ്ങൾക്ക് കരകയറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ അല്ല. പിന്നെ എനിക്കൊരു ഇതുണ്ടെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടം വേണമെന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവമായിട്ട് കൊണ്ടെത്താവുന്നതാണ്. നല്ല അഭിപ്രായം ഒന്നും ഞങ്ങൾക്ക് പറയാനിട്ടു തെറ്റായിട്ടൊന്നും സംശയമുണ്ട്. നിങ്ങൾ അന്ന് അച്ഛൻ ആ വീഡിയോയ്ക്കകത്ത് BJP എന്ന് പറഞ്ഞത്, അപ്പം നിങ്ങൾ BJP-ക്കാരായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചതെന്നാണ് പൊതുവെ ഇവരുടെയൊക്കെ വീഡിയോയിൽ എൻ്റെ ഇതിലൊക്കെ വരുന്ന കമന്റ്. അങ്ങനെ പറയുവാണെങ്കിൽ ചേട്ടൻ നേരത്തെ തൊട്ട് എൻ്റെ ഭർത്താവ് നേരത്തെ തൊട്ട് BJP ആയിരുന്നു. പക്ഷെ ഞങ്ങളതല്ലായിരുന്നു. ഇനി ഞങ്ങളുടെ മരണം വരെ അത് തന്നെ അതല്ലായിരുന്നു എന്ന് പറയാൻ കാരണം ഇവരുടെ മോൻ ചേട്ടൻ ആള് മരിച്ചുപോയി. ചേട്ടൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പം അന്നേ ഞാനിവിടെ വന്നപ്പോഴും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, മോളെ ഒന്നും തോന്നരുത്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മോൻ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം കോൺഗ്രസ്സുകാരാണ്, ഒന്നും വിചാരിക്കരുതെന്ന്. അപ്പം എനിക്ക് എല്ലാവരും പറയുന്നത് ഞാൻ വോട്ട് പ്രതീക്ഷിച്ചല്ല ഇത് ചെയ്തു കൊടുത്തത്, അവരുടെ അവസ്ഥ കണ്ടിട്ടാണ്. ഇനിയെങ്കിലും അത് പറയരുത്. നമ്മളെന്തോ നിങ്ങൾ ഞങ്ങളുടെ വീട് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളിങ്ങനെ പത്തല് വെട്ടി തൂണ് കൊടുത്താൽ നിർത്തിയിരുന്നത്. ഈ ഷീറ്റ് പൊളിക്കാൻ കയറിയപ്പോൾ തന്നെ പകുതിയും പോയി, വീട് പോയി. അപ്പം ഞാൻ പറഞ്ഞു JCB വേണ്ട, JCBയുടെ ഒച്ച കേൾക്കുമ്പോഴേ ഞങ്ങളുടെ വീട് പൊളിഞ്ഞ് താഴെ വീഴുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ JCB വന്നൊന്നും റൂട്ടില്ല, അതിന് മുമ്പേ ഞങ്ങളുടെ പേരെ വീണു. അതേ പരുവത്തിലായിരുന്നു ഞങ്ങൾ. അവരുടെ ഭാഗത്ത് സഹായമൊന്നും അവരൊന്നും പറഞ്ഞൊന്നുമില്ല. ആരുടെ ഇപ്പോൾ അവരുടെ അടുത്തുമൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയുന്നില്ല, ആരോടും ഞാൻ പറയുന്നില്ല, ഞാൻ ആരുടെ അടുത്തും പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുമല്ലോ ഞങ്ങൾക്ക് വീട് തരാം, അപ്പം ജോലി തരാം എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെങ്കിലും അതായത് ഞങ്ങളുടെ തലയിലോട്ട് വീഴട്ടെ, ഞങ്ങളുടെ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് ഇടപെടുമല്ലോ, പൊതുവെ അങ്ങനെയാണല്ലോ, ഞങ്ങളിനി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ഒത്തിരി സ്ഥലത്ത് ഞങ്ങൾ നടന്നതാണ്. എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ആരും അത് എല്ലാവരും തരാമെന്ന് പറയുന്നതല്ലാതെ കൊണ്ട് ആരും അതിനായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഒത്തിരി എത്രയോ വർഷങ്ങളായെന്നറിയാമോ ഞങ്ങൾ ഈ വെള്ളം നിന്നാ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ പിള്ളേർ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് സ്കൂളിൻ്റെ തന്നെ പോകുമായിരുന്നു. അവരിച്ചിരി വളർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കൊരു എത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും അവർ പിന്നെ വരികയില്ല. അങ്ങനെ ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ നീന്തി നടന്ന് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രതീക്ഷ മുഴുവൻ എൻ്റെ കാലം വരെയും ഞങ്ങൾ ഈ വെള്ളത്തിലായിരിക്കുമെന്നായിരുന്നു. പിന്നെ പിള്ളേർ വളർന്നു കഴിഞ്ഞാൽ അവരെങ്ങനെങ്കിലും ജീവിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ കുറേ സ്ഥലങ്ങളിൽ പോയല്ലോ, ഒത്തിരി സ്ഥലത്ത് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവർക്ക് ഇങ്ങനെ സഹായം ചെയ്യണം തോന്നാൻ പ്രധാന കാരണം ഞാനിപ്പോൾ ഇത്ര അടുത്ത് പോയപ്പോൾ പലർക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവരാണ് എന്നോട് ഒരു വീട് വെച്ച് തരുമോ എന്ന് ചോദിച്ചത്. വേറെയും ചെന്ന് നമ്മൾ ഒന്നാമത്തെ കാര്യം ഇലക്ഷൻ്റെ സമയത്ത് നമുക്ക് ആർക്കും അങ്ങോട്ട് വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല, നമ്മളത് ചെയ്യത്തുമില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കഷ്ടതകൾ എന്ന് പറഞ്ഞാൽ ഇവർ എന്നോടത് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് എല്ലാവരും ഒന്ന് വോട്ട് ചോദിക്കുന്ന സമയത്ത് എല്ലാം പറഞ്ഞിട്ട് പോകുന്നു, ആരും ഒന്നും പിന്നെ ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ കൊച്ചിന് പറ്റുമെങ്കിൽ എന്താ. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഇത് വീഡിയോ എടുത്താൽ കുഴപ്പമുണ്ടോ, ഇത് വീഡിയോ എടുത്ത് ഞങ്ങൾ ഇട്ടാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞങ്ങൾക്കൊരു വീട് മതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറയുന്നത്, ഉറപ്പായിട്ടും വീട് വെച്ച് തരാം. അങ്ങനെ പറയാൻ കാര്യം അതിനോട് ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 കുഞ്ഞുമക്കളുണ്ട്. അവർ വേലപ്രാപ്തിക്കാരായില്ല. അപ്പോൾ അവരുടെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. പിന്നെ ഞങ്ങൾ 2 പേരാണ് അവർക്കുള്ളത്. ഞങ്ങളുടെ 2 പേരുടെയും കാലം ആകുന്നതിന് മുമ്പ് അവർക്കൊരു കിടപ്പാടം വേണമെന്നുള്ള ആ ഒരൊറ്റ ഇതിലാണ് ഞാനിങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്കൊരു വീട് വെച്ച് തരാമോ എന്ന് ഞാൻ ചോദിച്ചത്.